നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെറോദ സെലക്ട് ചെയ്യാനുള്ള കാരണം? നമുക്ക് സെറോദയിൽ ഇക്വിറ്റി ഡെലിവറിക്ക് 0 ബ്രോക്കറേജ് ആണ് വരുന്നത്. അതുപോലെ ഇൻട്രാഡേയിലും എഫ്&ഒയിലും ട്രേഡ് ചെയ്യുന്നതിന് 0.03% അല്ലെങ്കിൽ 20 രൂപ ഇതിലേതാണോ കുറവാതായിരിക്കും ബ്രോക്കറേജ് ഫീ ആയിട്ട് വരുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സെറോദയിൽ 0 ബ്രോക്കറേജ് ആണ് വരുന്നത്. അപ്പം സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഈ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമുക്ക് സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ ആണ്. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ നമുക്ക് നെയിമും ഇമെയിൽ ഐഡിയും ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇമെയിൽ ഐഡി സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റേജ് നമുക്ക് പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്ത് അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് വാട്ട് പ്രോഡക്റ്റ് യു വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത്. ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റിയും കാണാൻ സാധിക്കും. നമുക്ക് അതും സെലക്ട് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജ് ആധാർ KYC വെരിഫിക്കേഷൻ ആണ്. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് എൻ്റർ ആധാർ നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് നമ്മുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജാണ്. ആ സെക്യൂരിറ്റി പിൻ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറന്നു പോയിട്ടെങ്കിൽ ഫോർവേഡ് സെക്യൂരിറ്റി പിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട് ആധാർ കാർഡും പാൻ കാർഡ് ഡീറ്റെയിൽസും ഡിജി ലോക്കറിൽ നിന്ന് എടുത്തോട്ടേന്ന്. അപ്പോൾ നമ്മളതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും. സക്സസ്ഫുള്ളി സെറോദയ്ക്ക് ഡിജി ലോക്കറിൽ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ലഭിച്ചതായിട്ടൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സ്റ്റേജ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ ഫാദറിൻ്റെ നെയിമും മദറിൻ്റെ നെയിമും മാരേജ് സ്റ്റാറ്റസും നമ്മുടെ ആനുവൽ ഇൻകവും അതുപോലെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ന്യൂ ആണോ അത് എത്ര നാളായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതും നമ്മുടെ ഒക്യുപ്പേഷനും അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തുടർന്ന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മൾ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് IFC കോഡും MICR അതുപോലെ അക്കൗണ്ട് നമ്പറും രണ്ടാമതായിട്ട് കൺഫർമേഷനായിട്ട് അക്കൗണ്ട് നമ്പർ റിപ്പീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാങ്ക് ഏത് ബ്രാഞ്ച് ആണെന്നൊക്കെ ഉള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെബ് ക്യാം വെരിഫിക്കേഷൻ ആണ്. ആ ടൈമിൽ നമ്മൾ സ്പെക്സ് വെക്കും. അതുപോലെ തന്നെ നമ്മൾ തലയിൽ തൊപ്പിയൊന്നും വെക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മളൊരു സെൽഫി ക്യാപ്ചർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സെൽഫി എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വെബ് ക്യാം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്ത സ്റ്റേജ് നമുക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. നമുക്കിവിടെ സൈൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. നമുക്കിവിടെ ഈ കറൻറ്റ് ടൈമിൽ സൈൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ഈ സമയത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇൻകം പ്രൂഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്ഷണലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അവർക്ക് ഇൻകം പ്രൂഫായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്താൽ മതി. അതായത് ലാസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്യാൽ മതി. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ നോമിനിയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നോമിനിയുടെ മൊബൈൽ നമ്പർ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ നോമിനിയുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നോമിനിയുടെ എത്ര ഷെയർ ആണ്, നോമിനി ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നോമിനിയുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് അഡ്രസ്സ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇസൈൻ ആണ്. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ സൈനിങ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സൈനിങ് യൂസിങ് ആധാർ നമ്പർ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള ഒരു ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. നമുക്കിവിടെ OTP വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം വെരിഫൈ OTP എന്ന് കൊടുക്കുക. നമുക്ക് കുറച്ച് ടൈം എടുക്കും. പ്രോസസ്സിങ്ങിൻ്റെ ടൈമാണ്.
നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിന് തൊട്ട് താഴെ ഈ ഒരു യൂസർ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അത് ഓർത്തിരിക്കണം, കാരണം നമ്മൾ കൈറ്റ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ആ യൂസർ ഐ ഡി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോങ് പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പ്ലേ സ്റ്റോറിൽ കയറി കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒക്കെ ബേസിസിൽ നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.